അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ചയൂണ് പരിപാടിയിലാണ്. ക്യാബേജൊക്കെ എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി അങ്ങോട്ട് ചോപ്പറിലൊക്കെ ഇട്ട് ചോപ്പർ റൂട്ടിനെയും കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പണിയെടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച ഫ്രിഡ്ജിൽ നിന്നുള്ള മുന്തിരി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകി അതിൻ്റെ തണുപ്പ് പോയില്ല. അപ്പോൾ തണുപ്പ് പോകാണ്ട് ഞാനതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേദിവസത്തെ കുറച്ച് മീൻകറി ഇരിക്കണ്ടായിരുന്നു, അത് ഞാനങ്ങ് വറ്റിച്ച് വേറെ പാത്രത്തിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് മീൻകറിയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്, തേങ്ങ അരച്ചൊക്കെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിത്തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 മുളകിനൊക്കെ ഞാൻ അങ്ങനെ നടുവേ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തിനാണോ എന്തോ. അപ്പോൾ അതേ മീൻകറി അടിപൊളിയായിട്ട് തിളച്ച് സെറ്റായിക്കൊണ്ടിരിക്കണു. ഒരു സൈഡിൽ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ക്യാബേജ് തോരനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണു. തേങ്ങയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ ഈ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടെങ്കിലും അടിയിൽ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, അതിനകത്ത് കുറച്ച് കറുപ്പ് കളറുകൾ കരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവലുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറി റെഡിയാക്കി അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ കുറേ സമയത്തിന് ശേഷം എടുത്തു നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ട് മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിയൊക്കെ ആവശ്യത്തിന് പിടിച്ച് അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് ചോറൊക്കെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മീൻകറി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തുള്ള തക്കാളിയുടെ ആ പീസുകളൊക്കെ ഇല്ലേ, എനിക്കതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ വെളുത്തുള്ളിക്കൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ തോരനും ഫ്രൈയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുക. ഇന്ന് പിന്നെ നാളേക്കാണ്. അപ്പോൾ ബൈ.